ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ മുടിയില്ലാത്ത തലയിൽ കൈവച്ച് പറയുകയാണ് ഈ വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും കെ സുധാകരനെയും കൊണ്ട് പൊറുതിമുട്ടിയെന്ന്. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമും അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പറയുന്നു ഈ ചെന്നിത്തലയെ കൊണ്ടും സതീശനെ കൊണ്ടും പൊറുതിമുട്ടി. യു ഡി എഫിന്റെ കെട്ടുറപ്പ് നഷ്ടമായി. പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലും യു ഡി എഫ് ചിതറി നിൽക്കുകയാണ്. ഇവരിങ്ങനെ തമ്മിലടിക്കുന്നത് എന്തിനാണ്? മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയാണ് ഇവരിങ്ങനെ തമ്മിലടിക്കുന്നത്. ഏത് കാര്യം വന്നാലും തമ്മിലടി. ഒരു അഭിപ്രായ ഐക്യമില്ല, അഭിപ്രായ സമന്വയമില്ല. ഒരു നേതാവ് എന്ന് പറയുന്നു, അതിന് നേരെ ബദലായി മറ്റൊരു നേതാവ് പറയുന്നു. സതീശൻ എന്ന് പറഞ്ഞാൽ രമേശൻ 10 പറയും, രമേശൻ എന്ന് പറഞ്ഞാൽ സുധാകരൻ വേറെ പലതും പറയും. ഇവർക്ക് തമ്മിൽ ധാരണയില്ല. ഇത് യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചു. സംസ്ഥാന തലത്തിൽ നേതാക്കൾ എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ മെഴുകി മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്താണ്, പ്രാദേശിക തലത്തിൽ അത് ബാധിച്ചു. പ്രാദേശിക തലത്തിൽ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ഇത് ബാധിച്ചു. ഇത് അടുത്ത് തന്നെ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കും എന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും സങ്കടത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്നത്. തീർച്ചയായും മുസ്ലിം ലീഗ് ആകെ അഭിമാനക്ഷതത്തിലാണ്, അല്ലെങ്കിൽ പരാജയ ഭീതിയിലാണ്. ഏതാണ്ട് 9 കൊല്ലത്തോളം അധികാരമില്ലാതെ നിന്നു. പാർലമെൻറ്റിൽ 10-15 വർഷമായി. അതായത് മോദി അധികാരത്തിലേറി 2014 മുതൽ അവിടെ പാർലമെൻറ്റിൽ യാതൊന്നുമില്ല, കേന്ദ്രമന്ത്രിമാരില്ല, എം പിമാരുണ്ടെങ്കിൽ പോലും യാതൊന്നും നേടാനില്ല. കേരളത്തിലേക്ക് എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിൽ വരാമെന്ന് പറഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ വന്നുവെങ്കിലും ഇവിടെ ഒന്നും ലഭിച്ചില്ല. ഇവിടെയും അധികാരത്തിന് പുറത്താണ്. മന്ത്രിയില്ല, ഒന്നുമില്ല, ഒരു ബോർഡ് ചെയർമാൻ പോലുമില്ല. എന്തു ചെയ്യും? ആകെ വിഷണ്ണ സ്ഥിതിയിലാണ്. ഇനിയും അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലീഗിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചെത്തണം, കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ജയിക്കണമെന്ന് പറഞ്ഞാണ് SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ കൂടെ കൂട്ടി എവിടെ നിന്നാലും ജയിക്കണമെന്ന ഒരു സ്ഥിതിവിശേഷം ലീഗ് ഉറപ്പിച്ചത്. അപ്പോഴാണ് ഈ കോൺഗ്രസ്സുകാരുടെ തമ്മിലടി. ആരാകും മുഖ്യമന്ത്രി, ആരാകണം മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് പോക്ക്. ഇത് പ്രാദേശിക തലത്തിൽ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിനെ ബാധിച്ചു. ഇത് ലീഗിന് കടുത്ത അസംതൃപ്തിയുമുണ്ട്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യം, തരൂര് ഒരു ലേഖനം എഴുതി. ശശി തരൂർ അദ്ദേഹത്തിൻ്റെ കഴിവും മികവുമൊക്കെ ഉപയോഗിച്ച്, അദ്ദേഹം പഠിച്ചതനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഡാറ്റ കണക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഒരു ലേഖനം എഴുതി. അതിൻ്റെ വഴിക്ക് വിട്ടിരുന്നുവെങ്കിൽ എത്ര പേര് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട് കേരളത്തിൽ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്ര പേര് വായിക്കും? അല്ല പോട്ടെ, CPM എത്ര പേര് ഈ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട്? CPM എത്ര പേര് ദേശാഭിമാനി വായിക്കുന്നുണ്ട്? ആലോചിച്ച് നോക്കൂ. ദേശാഭിമാനി വായിക്കുന്നത് മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഈ ആളുകൾ അടിച്ചേൽപ്പിച്ച, ദേശാഭിമാനി വരിക്കാരാകാൻ വേണ്ടി അടിച്ചേൽപ്പിച്ച ആളുകൾ പോലും പത്രം വാങ്ങി വീട്ടിൽ ചുമ്മാ ഇടുമെന്നേ ഉള്ളൂ. വായിക്കുന്നില്ല ആരും. വായിച്ചെങ്കിൽ എന്നേ കേരളം നന്നായി പോയേനെ. ഇന്ത്യൻ എക്സ്പ്രസ് എത്ര പേര് വായിക്കുന്നുണ്ട് കേരളത്തിൽ? ഒരു കണക്കെടുത്ത സർവേ എടുത്താൽ അറിയാൻ പറ്റുമല്ലോ. എത്ര കോൺഗ്രസ്സുകാർ വായിക്കുന്നുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്? ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന ചില മീഡിയ അല്ലെങ്കിൽ വാർത്ത വായിക്കണമെന്ന് അത്ര ഇഷ്ടത്തോടു കൂടി വായിക്കുന്ന ആളുകൾ ഈ എഡിറ്റോറിയൽ പേജൊന്നും അങ്ങനെ ആളും തൊട്ടുപോലും നോക്കാറില്ല. പ്രത്യേകിച്ച് ശശി തരൂരിൻ്റെ ലേഖനം എന്ന് പറഞ്ഞാൽ കടുകട്ടി ഇംഗ്ലീഷ് ആയതുകൊണ്ട് അങ്ങനെ കൂലങ്കഷമായി ആരും അത് വായിച്ച് നോക്കാറുമില്ല. ആ ലേഖനം വായിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നാശക്കോട്ടയാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു പൊതു ചർച്ചയുണ്ടാക്കാൻ കോൺഗ്രസ്സുകാർ വേദി ഒരുക്കി കൊടുത്തു എന്നാണ് കുഞ്ഞാലിക്കുട്ടി തലയ്ക്ക് കൈയും കൊടുത്ത് പറയുന്നത്. ഇതൊന്നും മിണ്ടാതിരുന്നുവെങ്കിൽ ശശി തരൂർ ലേഖനം എഴുതി അതങ്ങനെ പോയി. ഒരുപക്ഷെ CPM-കാർ പോലും ഈ ലേഖനത്തെക്കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു. CPM-കാർ പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത കൊടുക്കില്ലായിരുന്നു. കാരണം എന്താണ്? ഇവിടെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കൂടി ശശി തരൂരിനെ തിരുത്താൻ പോയപ്പോഴാണ് ദേശാഭിമാനിക്ക് ബുദ്ധി തെളിഞ്ഞത്. എടാ, ശശി തരൂര് നമ്മളെ സർക്കാരിനെ അഭിനന്ദിച്ചത് ലേഖനം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് അവർ ഫ്രണ്ട് പേജിൽ വാർത്തയാക്കാൻ പോയത്. അല്ലെങ്കിൽ മര്യാദയ്ക്കിരുന്നാൽ പോരെ? ഈ അടിക്കേണ്ട വടിയെടുത്ത് CPM-ന് കൊടുക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നാണ് ലീഗ് ചോദിക്കുന്നത്. കേരളത്തിൻ്റെ വികസന ചർച്ച ശശി തരൂരിൻ്റെ ലേഖനത്തിലൂടെ ഉണ്ടാക്കി കൊടുത്തത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒക്കെയാണെന്ന് ലീഗിന് ഇപ്പോൾ തിരിച്ചറിവുണ്ടായി. എന്നിട്ട് ലീഗിനെയും വലിച്ച് കുഴി തള്ളിയിടാൻ നോക്കി. എന്തോ ഭാഗ്യം കൊണ്ട് തടി കേടാകാതെ ലീഗ് രക്ഷപ്പെട്ടു എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ. വാസ്തവം അങ്ങനെയാണ്, ശരിയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ എക്സ്പ്രസ് അത്ര വലിയ റീഡർഷിപ്പുള്ള പത്രമല്ല കേരളത്തിൽ. ഹിന്ദുവിനും താഴെയാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റീഡർഷിപ്പ്.
ദേശാഭിമാനി എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന പത്രമാണ്. 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും ഒക്കെ വരുന്ന പത്രമാണ്. മനോരമ, മാതൃഭൂമി, അതിനുശേഷം വരുന്ന പത്രമാണ് ദേശാഭിമാനി. ദേശാഭിമാനി അത്രയധികം എന്താണ് വാങ്ങുന്ന എല്ലാ ആളുകളും വായിക്കപ്പെടുന്ന പത്രമല്ല. മനോരമയാണെങ്കിൽ വാങ്ങുന്ന ഒരാളിൽ നിന്ന് 4 പേരധികം വായിക്കുന്നു എന്ന കണക്കുണ്ട്. മാതൃഭൂമി വാങ്ങുന്ന ഒരാളിൽ നിന്ന് 2 പേരെങ്കിലും വായിക്കുന്നുണ്ട്. കേരള കൗമുദി അങ്ങനെ വായിക്കപ്പെടുന്ന പത്രമല്ല. ഇതൊക്കെയാണ് കണക്കുകൾ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെയല്ല, അങ്ങനെ വായിക്കപ്പെടുന്ന ഒരു പത്രമല്ല. പ്രത്യേകിച്ച് തരൂരിൻ്റെ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ അത്രമാത്രം തരൂരിനെ ഇഷ്ടപ്പെടുന്നതും തരൂര് എഴുതിയത് വായിക്കണമെന്നും ആഗ്രഹമുള്ള വ്യക്തികൾ മാത്രമേ വായിക്കുകയുള്ളൂ. ആ അവസരത്തിലാണ് സതീശനും രമേശനും കൂടി കേരളത്തിൻ്റെ വികസനം ചർച്ചയാക്കുന്നതും CPM-ന് വികസന ചർച്ച അവരാഗ്രഹിച്ചിരുന്നതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നമ്മുടെ സർക്കാർ ചെയ്ത വികസന പദ്ധതികളെക്കുറിച്ച്, വികസന രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച്, വ്യാവസായിക രംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് ഒരു പൊതു ചർച്ച ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് കേരള വരുന്നു, ഗ്ലോബൽ മീറ്റ് വരുന്നു, അതിനൊരു പ്രചാരം വേണം. അതിനൊക്കെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് തരൂരിൻ്റെ ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ വരുന്നു. അതിനെ വിവാദമാക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും തീ കൊളുത്തി കൊടുക്കുന്നു. അത് ദേശാഭിമാനി ലേഖനമാക്കുന്നു, സജീവ ചർച്ചയാകുന്നു. കേരളം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമാണെന്ന് പൊതുവെ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അതിന് അംബാസഡർമാരായി രംഗത്ത് വരുന്നു. ചെന്നിത്തലയും സതീശനും മാത്രം കേരള വിരുദ്ധരായി രംഗത്ത് വരുന്നു. കേരളം ഒന്നടങ്കം ചെന്നിത്തലയെയും VD സതീശനെയും പുച്ഛിച്ച് തള്ളുന്നു. ഇതാണ് PK കുഞ്ഞാലിക്കുട്ടിയും PMS സലാമും പറയുന്നത്. UDF എന്നെ അടിച്ചോ എന്ന് പറഞ്ഞ് വടി കൊണ്ട് കൊടുത്തിരിക്കുന്നു. അതിന് കാരണക്കാരായത് ആരാണ്? VD സതീശനും രമേശ് ചെന്നിത്തലയുമാണ്. അതുകൊണ്ട് UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിച്ചിരിക്കുന്നു. കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളും തമ്മിലടിയും. ഇനിയെങ്കിലും ഇതൊന്നും മതിയാക്കൂ എന്ന് കരഞ്ഞപേക്ഷിക്കുകയാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിനോട്.